അനുകൂലമായ കാലാവസ്ഥയും സാഹചര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും യഥാസമയം കൃഷിയിറക്കാൻ കഴിയാതിരുന്ന കോഴായിലെ സംസ്ഥാന സീഡ് ഫാമിൽ ഇപ്പോൾ മഴ കനത്തപ്പോഴാണ് വിതയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നത്. 25 ഏക്കറോളം വരുന്ന പാടത്ത് 20 ഏക്കറോളം സ്ഥലത്താണ് നെൽകൃഷി വിളവിറക്കുന്നത്. ഈ സ്ഥലത്തിന്റെ ബഹുഭൂരിപക്ഷ സ്ഥലങ്ങളും യഥാസമയം പൊടി വിതച്ച് കൃഷിയിറക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ ഒരു ബ്ലോക്ക് ഒഴിവാക്കിയിട്ട് അധികൃതർ അനാസ്ഥ കാണിക്കുകയായിരുന്നു. ഈ കൃഷിക്ക് ഇനി വെള്ളം ലഭിക്കാത്ത സാഹചര്യം ഉടലെടുക്കുകയും കൃഷി നശിക്കുകയും ചെയ്യും എന്ന് അധികൃതർക്ക് അറിയാമായിരുന്നുവെങ്കിലും ഇത് മുൻപ് പൊടി വിതച്ച സ്ഥലത്തിനൊപ്പം പൊടി വിതയ്ക്കാൻ അധികൃതർ കൂട്ടാക്കിയിരുന്നില്ല. പൊടി വിതച്ചാൽ കളയെടുക്കാൻ കൂടുതൽ തൊഴിലാളികളുടെ ആവശ്യം വേണ്ടിവരുമെന്ന മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന സീഡ് ഫാം അധികൃതർ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇപ്പോൾ മഴ ലഭിച്ചതോടെ അടിച്ചു വിതയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കാർഷിക മേഖലയ്ക്ക് ചെറിയ ആശ്വാസം പകരുന്നുണ്ട്. ഒട്ടേറെ പേർ തൊഴിൽ തേടി നാട്ടിൽ അലയുമ്പോഴാണ് കാർഷിക ജീവനക്കാരെ എടുക്കുന്നതിനോ ഫാമിലെ തൊഴിലുകൾ യഥാസമയം ക്രമീകരിക്കുന്നതിനോ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകാത്തതെന്ന ആക്ഷേപവും ശക്തമായി ഉയരുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ കടുത്ത അനാസ്ഥ മൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കൂടുതലുണ്ടാവാൻ ഫാമിന് സാഹചര്യമുണ്ടായിരുന്നു. കളകയറി കൃഷി നാശത്തിലേക്ക് കൂപ്പുകുത്തുകയും വെള്ളം ലഭിക്കാതെ കൃഷി നശിക്കുകയും ചെയ്ത സാഹചര്യങ്ങളും പലതവണ ഉണ്ടായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം മനസ്സിലാക്കി യഥാസമയം കൃഷിയിറക്കാൻ കൃഷിശാസ്ത്രം പഠിച്ചവരെങ്കിലും തയ്യാറാവണമെന്നുമാണ് സാധാരണ നാട്ടിൻപുറത്തുകാരുടെ നിലപാട്.